ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇങ്ങനെ എപ്പോഴും ഫ്രീക്വൻ്റ്ലി അങ്ങനെ UK ഇങ്ങനത്തെ ക്ലൈമറ്റ് കാണാൻ കിട്ടത്തില്ല. ഭയങ്കര റെയറായിട്ട് ഇങ്ങനത്തെ ക്ലൈമറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്, സണ്ണി ദിവസമാണ്. ഞങ്ങൾ നല്ല ഗ്രീനറി ഉണ്ട്. അപ്പം ഞങ്ങളിന്ന് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ വിന്റർ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ജാക്കറ്റ് ഇല്ലാതെ തന്നെ ടീഷർട്ട് മാത്രം ഇട്ട് ഓരോ സ്ഥലത്തോട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പം വെതർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സൂപ്പർ. ഇതാണ് ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ സിറ്റുവേഷൻ. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ഫോൾസിൽ റോഡിലാണ്, കൊവൻട്രിയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നമ്മുടെ ലണ്ടൻ സൈഡിൽ സൗത്ത് ഹാളിൽ പറയുന്ന സ്ഥലമല്ല, അതുപോലെയാണ് നമുക്ക് കോവൻട്രി വരുവാണെങ്കിൽ ഫോൾസിൽ എന്ന് പറഞ്ഞ സ്ഥലം. സത്യം. ഇപ്പം നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ തരം സാധനങ്ങളും ലൈക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ നമുക്ക് കിട്ടും. ബ്രാൻഡ് വേറെ തന്നെ ഉള്ളൂ, പക്ഷേ ടേസ്റ്റും കാര്യങ്ങളും അല്ലേ, ക്വാളിറ്റി എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക്കാണ്. നമ്മൾ സംസാരിച്ച് ഇങ്ങനെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടിച്ചിട്ടിട്ട് അവർ പോകും. ഇടിച്ചിട്ടിട്ട് പോയി എന്ന് പറഞ്ഞ അവിടെ കിടക്കേണ്ടി വരും. അപ്പം എല്ലാം നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. പച്ചേ റോഡ് ക്രോസ് ചെയ്യട്ടെ. വീഡിയോ റെസൊല്യൂഷൻ കുറച്ച് പ്രശ്നമായി പോയി. ഞങ്ങളത് ആദ്യം പോർട്രേറ്റിലാണ് എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഓർമ്മ വന്നേ ഞങ്ങൾ വീഡിയോസ് എല്ലാം പോർട്രേറ്റിൽ എടുത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിപ്പോൾ ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസ് എല്ലാം ലാൻഡ്സ്കേപ്പിലായിരിക്കും. ഇനി ഞങ്ങൾ ആദ്യത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ക്ഷമിച്ചിരിക്കണം. അതെ, ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഇവിടുത്തെ അതെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കാരണം അവിടെ ഡിമാർട്ട്, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഗ്രോസറി സ്റ്റോർ പോലെയാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ഗ്ലിംസ് കാണിച്ചു തരാം. എന്തോട് കാണും? ക്യാബേജ് ഇതോ, ഗ്രീൻ ചൈനീസ് സവോയ് ക്യാബേജ്. ഓക്കെ, ചൈനക്കാർ എല്ലാത്തിലും ചൈനയാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഓപ്പസ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാ തരം പച്ചക്കറികളും ഉണ്ട്, നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ ചില സ്ഥലത്തൊക്കെ നമ്മുടെ പൂനെയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഞായറാഴ്ച മാത്രം ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് വേണം. മീൻസ് എല്ലാ സാധനങ്ങളും കൊണ്ട് ലൈക്ക് ഫാർമേഴ്സ് കൊണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിരത്തി വെക്കുന്ന ഒരു സ്ഥലം. ഇവിടെ അതെ, അതുണ്ട്, കാണൂടാ. അതുകൊണ്ട് പച്ചക്കാ വരുന്നുണ്ട് ഇവിടെ. കണ്ടോ, പച്ചക്കാ ഉണ്ട്. ചക്കക്കുരു വരെ കിട്ടുന്നു ഇവിടെ. വെറും 100 രൂപ കിലോ. അത് തന്നെ 10 പൗണ്ട്, 1000 കിലോ ഈ ചക്കക്കുരുവിന്. നമ്മുടെ നാട്ടിൽ വെറുതെ ചുമ്മാ കിടക്കുന്ന സാധനത്തിനൊക്കെ 1000 രൂപ കിടക്കുന്ന സാധനം ഇവിടെ വാരി കിടക്കുന്നത് 10 പൗണ്ട്. പക്ഷെ 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ജേസൺ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ ജേസൺ ചുമ്മാ ഇങ്ങനെ ഒന്ന് എനിക്ക് 10 പൗണ്ട് ആയിരിക്കും. അതെ അതെ, ചില്ലറയാന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ ഏത്തക്ക, ഫ്രഷ് ഏത്തക്ക, അത് തന്നെ നല്ല സാധനമുണ്ട്. മാറ്റി വെച്ചേക്കാം. ഞങ്ങൾക്ക് ഇന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണിത്. നമുക്ക് ഈ വേസ്റ്റ് പിന്നോ എന്തോട്ടത് അതെനിക്കറിയത്തില്ല എന്തുവാ. ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതെ, ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടായി. ചെറിയ വണ്ടിയാണെങ്കിൽ ലൈസൻസ് ഒന്നും വേണ്ട നമുക്ക് UK-യിൽ. ഫുൾ ഫ്രോസൺ ആണ്. പൊറോട്ടയൊക്കെ ഉണ്ട് നമ്മുടെ ഇതിലിവിടെ. ജംബോ ബാക്ക് പൊറോട്ടയും ബീഫ് കഴിക്കാൻ തോന്നും. പപ്പടം, ഇത് ലിജ്ജറ്റ് പപ്പടം. ഇതുണ്ടോ നമ്മുടെ ലൈക്ക് ഈ പപ്പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പൂനെ കിട്ടുന്ന സംഭവമാണ്. ലൈക്ക് ഇത് മഹാരാഷ്ട്രൻ പാപ്പടാണ്. ഇതുണ്ടോ,
ഇത് മഹാരാഷ്ട്രയിൽ കിട്ടുന്ന സാധനമാണ് ലിജ്ജത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അയ്യപ്പസ് പപ്പടം അങ്ങനത്തെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്രത്യേകത. ഇത് മഹാരാഷ്ട്രയിലാണ് സാധനം. പപ്പടം, പഞ്ചാബി അങ്ങനെ പലതരമുണ്ട്. അപ്പലം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സെയിം സാധനമാണ്, ഡിഫറെൻ്റ് പേരാന്നേ ഉള്ളൂ. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സോറി. അപ്പോൾ ഗൈസ് ഇപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ട്രഷർ പോലാണ്. ലൈക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പം പല സാധനങ്ങളും നമുക്ക് വെയിറ്റ് കാരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ചില അവസ്ഥ വരും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വില സ്വല്പം കൂടുതലാണ്, പക്ഷേ ഇവിടെ കിട്ടാത്ത സാധനമില്ല. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആദ്യം ചൂറ്റാത്രം തൊട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്, പ്ലേറ്റ്, കത്തിയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കത്തി, മറ്റേ നമ്മുടെ സ്പാറ്റുല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചായ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പവരുണ്ട് സാധനം ഇവിടെ. പിന്നെ നാട്ടിൽ വെയിറ്റ് കൂടിയിട്ട് മറ്റേ പാത്രങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പാത്രത്തിന്റെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ചപ്പാത്തി വരുത്താൻ വേണ്ടി ബീലൻ വരെയുണ്ട്. ഇടിയപ്പത്തിന്റെ ഇതും ഉണ്ട്. ഞാൻ എവിടെയോ വായിച്ചു സൈഡിലായിരുന്നു. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഈ കാര്യത്തിന്റെ. പബ്ജിന്റെ പാൻ. അതെ സത്യം. ചട്ടികൾ വരെ ഉണ്ട്. മീൻചട്ടിയാണ്. മൺചട്ടി അത് മീൻചട്ടിയും ഉണ്ടെന്ന് തോന്നുന്നു. താഴെ വെച്ച് പൊട്ടിക്കില്ല. ഇല്ലല്ലോ, പൊട്ടത്തില്ല. ഹാൻഡിൽ വെച്ച സാധനമാണ്. അതെ, ഏതായാലും ഞാൻ തിരിച്ചു വെച്ചേക്കാം. പൊട്ടിട്ട് ഞാൻ മേടിച്ചോണ്ട് പോകേണ്ട അവസ്ഥയാണ്. ഫ്രഷ് സാധനം, നമ്മൾ പറഞ്ഞ സാധനം. എവിടെ കിടക്കുന്നു ഗൈസ്? ഇതാണ് മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുന്ന മറ്റേ സംഭവം. അച്ഛൻ ചില സ്ഥലത്ത് തേങ്ങ ചിരണ്ടുന്ന സംഭവം, തേങ്ങ ചിരണ്ടുന്ന, തേങ്ങ തിരുമുന്ന പല സ്ഥലത്ത് ഇതുമുണ്ട് പറയുന്നത്. ആൾക്കാർക്കെങ്കിലും കത്തിക്കെങ്കിലും ഇവിടെ. ഇതുണ്ടോ നമ്മുടെ ഇടിയപ്പം മറ്റേ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സംഭവം. എന്താ ഇതിന്റെ റേറ്റ്? ഇതിന്റെ റേറ്റ് 20 പൗണ്ടാണ്. 20 പൗണ്ട്. ഇപ്പൊ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 2000. പക്ഷെ അത് 20 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. കിട്ടാത്ത ഒരു സാധനം. ഇമ്പോർട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്ര നമ്മള് വെയിറ്റ് നമ്മള് UK പ്ലെയിനകത്തൊക്കെ വെയിറ്റ് കൊണ്ടുവരുന്നേക്കാളും ഭേദം ഒക്കെ മേടിക്കുന്നതായിരിക്കും. നമുക്ക് അത്യാവശ്യമുള്ള മാത്രം അവിടുന്ന് കൊണ്ടുവരുക. അതെ. വില്ലേജൊക്കെ കിടക്കുന്നുണ്ടോ? കൊള്ളാം. ഒരു പൗണ്ടിന് മാഗി ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ മാഗി. 3 നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനം. അതെ, നമ്മളെ പോലത്തെ. അത് തന്നെ, ജോലിക്കൊക്കെ പോയി കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് 2 മിനിറ്റിന് മാഗി. 2 മിനിറ്റ് ഒന്നും ഈ സാധനം ഉണ്ടാകത്തില്ല. 4 മിനിറ്റ് വേണം. 4 മിനിറ്റ് വേണം. UK ആണെങ്കിൽ ഒരു 10 മിനിറ്റ്. ഇവിടുത്തെ ഉപ്പിലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ദോശമാവ് വേണം നമുക്ക്. അതാ ദോശമാവ് ഒരെണ്ണം പോരെ? അത് 2 കൊടുക്കണോ? ഒരെണ്ണം പോരെ? മതി. നാളത്തേക്കും കൂടെ നമ്മള് അഖിൽ ഭായി ഉണ്ട്. അപ്പൊ 2 ഇത് കട്ട് ചെയ്യാം. സെൻസർ. ഓക്കെ. ഇപ്പൊ ജേസൺ ടയർ പൊക്കുവാണ്. പാലുണ്ട് ഇപ്പൊ. ഇവിടെ മുഴുവൻ മരി. എന്റെ പൊന്നോ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കാത്ത വേറൊരു ഫ്രഷ് സാധനം ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ അരിയൊക്കെ ഉണ്ട് ഇവിടെ. പാലക്കാടൻ മട്ട. ഇതെടുക്കണോ? ചെറുതെടുത്താൽ മതിയോ? അത് വേണ്ട. പത്താഞ്ജലി വേണ്ടല്ലേ? വിശ്വാസമില്ലല്ലേ? നീ എടുത്തോ. ഒരു മിനിറ്റ്. അതെടുക്കണ്ട. ബട്ടർ ഇല്ലേ? വേണ്ട. നമ്മൾ കൊളസ്ട്രോൾ. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ന് ഞങ്ങൾ രാംദേവ് ബാബാജീന്റെ ഒരു പത്താഞ്ജലി എടുത്തേക്ക്. ഞങ്ങള് ഓർഗാനിക് കൗഗി എന്നൊക്കെയാ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ശരിയാ. മെയ്ഡ് ഫ്രം കൗസ് മിൽക്ക്. അതെ. അപ്പൊ ഞങ്ങൾ ഈ സാധനം വിശ്വസിച്ചെടുക്കുക. ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, പക്ഷേ ഈ സാധനം കിട്ടിയ കാരണം ആ ഒരു ത്രില്ല് ഞങ്ങൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ പറയാം അതിന്റെ റിവ്യൂ എങ്ങനെ നടക്കും. ഓക്കെ. ലൈസൻസ് വേണോടാ? ലൈസൻസ് വേണോ? നമുക്ക് ആദ്യം സോൾട്ട് ഇത് പറയണം. ടാറ്റ സോൾട്ട് കിടക്കണോ? എത്രയാ അതിന് രൂപ?
1.9 വേണ്ടായിരുന്നു. അത് വേണ്ട, നമുക്ക് നമ്മുടെ നോർമൽ മതി. കോപ്പ് ഈ സാധനമാണ് ഞങ്ങൾ നോർമലി യൂസ് ചെയ്യുന്നത്. കോപ്പ് പേര് കോപ്പാണെങ്കിലും അല്ല, സംഭവം നല്ല കോപ്പാണെങ്കിലും ലൈക്ക് സാധനം കുഴപ്പമില്ല. ഉപ്പിന് നല്ല ഉപ്പിട്ട്. അത് ബ്രിട്ടീഷിന്റെ ആണ്. ടാറ്റാ ഇതാണ് ഞങ്ങളുടെ ബെസ്റ്റ് പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ ഏരിയ. ഇതാണ് നമ്മുടെ സ്വർഗം. ഇവിടെ നമ്മുടെ മിക്സർ തൊട്ട് പാലപ്പം, ഇടിയപ്പം, പുട്ട്, പത്തരി എല്ലാ പൊടികളും ഇവിടെ കിട്ടും. കാണിച്ചു കേട്ടോ, നാട്ടിലെ മിക്സർ, കവട, മുറുക്ക്, ഇതുണ്ടോ ബനാന ചിപ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ കുറെ മസാലകളൊക്കെ ഉണ്ട്. ഗ്രാൻഡ് മാസ് ഉണ്ട്, പിന്നെ നിങ്ങള് നിരവര ഉണ്ട്, റാമൻസ് ഉണ്ട്. ആ ശരിയല്ലോ, നല്ല പൊളിച്ചു. അപ്പൊ നമ്മൾ ഈ ചേട്ടായിനെ ഒന്ന് മാറ്റിയാലോ? ഈ ചേട്ടായിനെ നമുക്കൊന്ന് മാറ്റാം. ഇവിടെ വെക്കണ്ടായിരുന്നു. ഇനി ഞങ്ങളല്ല വെച്ച ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പം നാട്ടിലെ നിറപറയുടെ പുട്ടുപൊടി, മറ്റേ ഇഡലി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ബാറ്ററും ഉണ്ട് ഇവിടെ. നമ്മുടെ സംഭവം എടുത്തു, സോറി കേട്ടോ. അപ്പം നമ്മുടെ പുട്ടുപൊടി, ചെമ്പൂട്ട്, എല്ലാ റാഗിപ്പുട്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് നമ്മുടെ നിറപറ നാട്ടിലെ സാധനം. അപ്പം ഒന്നും എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം ഇവിടെ കിട്ടും. എല്ലാ പരിപാടിയും ഇവിടെ കിട്ടും. പൈസ മാത്രം കൊണ്ടുവന്നു. വേണമെങ്കിൽ ഒരു പെട്ടി നിറച്ച് പൈസ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് കാശൊക്കെ ഞാൻ കഴിച്ചു തന്നാലും മതി. സ്റ്റിക്കർ ഒന്നും വേണ്ട, ഒറിജിനൽ മതി. അടുത്ത പ്രാവശ്യം ഞങ്ങൾ വേറെ സ്ഥലത്തോട്ടൊക്കെ ആയിരിക്കും. നമുക്ക് ഇനി എന്നോടാ വേണ്ടേ? കോഫി പൗഡർ. ഇവിടെ നമ്മളിവിടെ നമ്മുടെ നിന്റെ പുട്ടിന്റെ മറ്റേ സംഭവം ഉണ്ടോ? അതെടുപ്പുണ്ട്. പുട്ടുപൊടി ചിരട്ടപ്പുട്ട. പുട്ട് വേണോ നിനക്ക്? പുട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് മലയാളിയെ വേണ്ടാന്ന് പറയാത്ത. ഓക്കെ, ഞങ്ങളുടെ ഷെഫിന് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. കളറില്ലാത്ത മതി. അതെ, ഹെൽത്തിന് വേണ്ടി ചെമ്പൂൻ നല്ലതാണ്. മൾട്ടിഗ്രെയിൻ വേണോ? അതും വേണ്ട, എനിക്ക് ഹെൽത്ത് ഒത്തിരി വേണ്ടാത്ത നല്ല നോർമലായിട്ട്. അപ്പൊ അജ്മീഡ് എടുക്കാം അല്ലേ? നിർഭര പോരെ? ബ്രാഹ്മിൻസ് ആണെങ്കിൽ നിർഭരാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പ്രൊമോഷൻ ഗൈസ്. പ്രൊമോഷൻ ഒന്നും അല്ല, ഇത് ചുമ്മാ പറയുന്ന. നമുക്കിതിലൊന്നും കിട്ടുന്നില്ല. പത്തിരി, ഇടിയപ്പം, പുട്ടുപൊടി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാധനം കാണുന്നില്ല. ഒന്ന് ബ്രേക്ക് ചെയ്ത് വരുന്നു. പുട്ടുപൊടി ഓട്സ് പുട്ടുപൊടി വേണ്ട. ഫുൾ ഹെൽത്തി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഗൈസ്. ഓക്കെ ഗൈസ്, എന്നാ പിന്നെ ജേസൺ പറയുന്നത് ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നാണ്, ഹെൽത്തി പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. ഹെൽത്തി പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഞാൻ അതേ പറയത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം, ആ ചെറുക്കം കുറേ നേരമായിട്ട് നോർമൽ റൈസ് പുട്ടുപൊടി തപ്പുമായിരുന്നു. അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇഗ്നോർ ചെയ്തു. അപ്പൊ ഇവനെ കൊണ്ട് ഞാൻ റാഗി പുട്ട് തന്നെ തീറ്റിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. കാരണം അവൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ശരിക്കും. നമ്മൾ തന്നെ നമ്മുടെ എല്ലാ വർക്ക് ഫ്രം ഹോം ആയ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മള് പുട്ടുപൊടി താഴേക്ക് ഇടുകയാണ്. ജേസൺ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു. തേങ്ങ പുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഭവം. ഗ്രേറ്റഡ് കോക്കനട്ട് കൊള്ളാലോ. ഇത് നമ്മുടെ കോക്കനട്ട് ചിരണ്ടി പാക്കറ്റിലാക്കി ഫ്രഷ് ആയിട്ട്. അതെ, ഫ്രഷ് ആയിട്ട് ഫ്രോസൺ ചെയ്ത സംഭവമാണ്. ഇത് നമുക്ക് കുറച്ച് നേരം പുറത്ത് പോകുമ്പോഴത്തേക്ക് സെറ്റ് ആവും. ട്രൈ ചെയ്തു നോക്കാം. ഏതാടാ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ് ഫാമിലി പാക്സ് ആണ്. 20 പീസ് ഉണ്ടായിരുന്നു. ഒളിച്ചിരിക്കായിരുന്നു ഞങ്ങൾ എടുത്ത് ഞങ്ങൾ പൊക്കിയെടുത്തു. ഇത് സൂപ്പർ സംഭവമാണ്. ഒറിജിനൽ പൊറോട്ട നമ്മൾ എടുക്കുകയാണ്. അടുത്ത സ്ഥലം നമുക്ക് എന്താ കാപ്പിപ്പൊടി. ഇപ്പൊ സ്വർഗ്ഗലോകത്തിൽ കയറിയൊക്കെയാണ്. മസാലകൾ അല്ല, ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇവിടെ നമ്മുടെ കേക്കും നമ്മുടെ ക്രീം റോൾ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതെ, ക്രീം റോളും കിടക്കുന്നു. കണ്ടോ, ക്രീം റോളൊക്കെ കിടക്കുന്നു. എല്ലാം ഉണ്ട്. റസ്ക് വരെ ഉണ്ട്. ബദാം, പിസ്ത, ബണ്ണ്, വടാപ്പാവിന്റെ പാവ് വരെ ഉണ്ട് കൂട്ടാ.
കോഫി പൗഡർ വേണ്ട, നമുക്ക് ബ്രൂ എടുത്താലോ? എടുക്കാം. ഇത് ബ്രൂ 6.5 പൗണ്ട് വലുത്. ഇതെടുക്കാം. യെസ്, ബ്രൂ റെഡി. ഒരു സ്ഥലത്ത് പോലും എനിക്ക് കിട്ടാത്ത സാധനമാണ് യുകെയില്. അതാണ് കോവൻട്രി. ചില സ്ഥലത്ത് കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. ചില സ്ഥലത്ത് കിട്ടും, പക്ഷെ നമ്മൾ ഉള്ള സ്ഥലത്ത് അന്വേഷിക്കണം. അന്വേഷിക്കാൻ കണ്ടെത്താൻ വേണ്ടി മോനെ സ്റ്റോക്ക് വേണ്ടേ, എല്ലാരും എങ്ങും. ഓക്കെ, അപ്പൊ ബ്രൂ റെഡി. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കാം. നമുക്ക് ഇനി എന്തായാലും ഉണ്ട് ഓഫീസാ, അവിടുന്ന് റൈറ്റ് ഇങ്ങോട്ടോ. യെസ്, പാനിപ്പൂരി ഒക്കെ കിട്ടും ഇവിടെ. ഓ, പാലേജിന്റെ വലിയ വലിയ ഡബ്ബകളൊക്കെ. പാനിപ്പൂരിന്റെ ഫുൾ സെറ്റായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം പാനിപ്പൂരി ലവേഴ്സും പേടിക്കേണ്ട. വേറൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പാനിപ്പൂരിന്റെ പേസ്റ്റ് റെഡിമെയ്ഡ് ആണ്. ഇംലി എന്ന് പറയുന്നത് അവൻ ഇവിടുത്തെ കണ്ടിട്ട് പേടിച്ചു പോയി. ഇത് മറ്റേ പുളിവെള്ളം, പിന്നെ പുളിവെള്ളം മാത്രമുള്ള തോന്നുന്നു. ഇത് മറ്റേ ഹോട്ട് ആൻഡ് സ്പൈസി പുളിവെള്ളം. പിന്നെ നോർമൽ ആൾക്കാർക്ക്, കാരണം ഇവിടെ അലർജൻസിന്റെ ഭയങ്കര പ്രശ്നമാണ്. മീൻസ് ആൾക്കാർക്ക് അലർജി പിടിച്ച്, മീൻസ് ഓരോരോ ഫുഡിന് ചില ആൾക്കാർക്ക് പറ്റത്തില്ല, അപ്പം റിയാക്ഷൻ വരും. അപ്പൊ അത് കാരണമാണ് ഇവര് ഹോട്ട് ആൻഡ് സ്പൈസി സെപ്പറേറ്റും പിന്നെ മറ്റേ നോർമൽ ഉള്ളത് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ സാധനം പേസ്റ്റ് വരെ ഉണ്ട് അതിനകത്ത്. കൊള്ളാം. നല്ല മണം വരുന്നുണ്ടല്ലോ. എനിക്കൊരു സംഭവം അറിയാം, ഞാൻ പറയാൻ. അവിടെ മറ്റേ ഇതില്ലേ നമ്മുടെ പരിപ്പോടെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമല്ലോ. അവര് പറഞ്ഞായിരുന്നു അവിടെ സംസാരിക്കുന്ന കേട്ടായിരുന്നു. പരിപ്പോട നമ്മുടെ അഖിലിന്റെ സ്ഥിരം സ്ഥലമാണ്. അഖിൽ ഭായി വരുന്ന സ്ഥലമാണോ? അതെ. ഓക്കെ, ഞാൻ സാധനം ഉണ്ടല്ലോ, നമുക്ക് കഴിച്ചു നോക്കാം. എത്ര ആവുമെന്ന് അറിയത്തില്ല. എത്ര എടുത്തു ആ ഒരു മുപ്പിന്? ബില്ല് എത്ര ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് എന്താ പറയാ, നമ്മുടെ ബില്ല് വന്നിരിക്കുന്നത് ഹലോ ഗൈസ്. അപ്പം വളരെ വിഷമത്തോടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, പക്ഷേ ഒരു ട്രക്കിംഗ് ബാഗ് നിറച്ച സാധനങ്ങളുണ്ട്. എന്നിട്ട് 45 പൗണ്ടായി. സാരമില്ല, അത് സ്വാഭാവികം, ഇവിടെ ആകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് പണി വാളിപ്പോയി, വീട്ടിലാരും ഇല്ലാത്ത കാരണം. പിന്നെ തിരിച്ച് ബാഗൊക്കെ പിടിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. ആ പ്ലിങ്ങിയ ആ മുഖം, ആ നടപ്പ് ഞങ്ങളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതുണ്ടോ വരുന്ന വരവ് കണ്ട എന്തോ എവിടുന്നോ ഞങ്ങള് നമ്മുടെ വന്ന പാർസൽ പിക്ക് ചെയ്തു. നമ്മളിനി വട കഴിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ വടയുടെ ടേസ്റ്റിംഗ് തുടങ്ങുന്നു. നമ്മുടെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, അഖിൽ ഭായ് എന്ന് പറയുന്നത്. അപ്പോൾ അഖിൽ ഭായ് നോർമലി യൂഷ്വലി ഇവിടെ വന്ന് കഴിക്കാറുള്ള ഈ സംഭവം. അപ്പം പിന്നെ അതല്ലാതെ ഇവരകത്ത് കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു, അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം. അപ്പോൾ കഴിച്ചപ്പോൾ ഇതാണ് സ്ഥലം, അന്ന എക്സ്പ്രസ്. ജേസൺ മട്ടർ റോളിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് വട കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്താലോ. ഓ കണ്ടോ, കഴിക്കണ്ട ജേസൺ. എങ്ങനെ ഞാൻ പിടിച്ചു. ഇതെന്തോ ഇത് വടയും സാമ്പാറും. ഇപ്പത്തേക്ക് പിന്നെ പറയാം. തമിഴ് പഠിക്കണം, തമിഴ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതെ. അപ്പൊ ശരി, നമ്മള് കഴിച്ചു നോക്കിട്ട് പറയാം. ഓക്കെ. കഴിക്കുന്ന കണ്ടില്ല കൊതിയൻ. ഓക്കെ, ഇനി ഞങ്ങളുടെ റോളൊന്നും കഴിച്ചു നോക്കാം. കഴിഞ്ഞിട്ട് ബാക്കി വ്ളോഗിങ് പിന്നെ ചെയ്യാം. അയ്യോ, എൻ്റെ കൈ വരുന്നുണ്ട്.
മീറ്റ് റോൾ കഴിക്കും ശിബുക്കുട്ടൻ. ഓ എന്ത് നല്ല മോഹം. ഭയങ്കര ഹെൽത്തി ആയ ഫുഡാണ്. അതെ അതെ, കഴിക്കുന്ന സമയം മാത്രം. ഈ ജെയ്സൺ കാരണമാണ് ഞാൻ ഇതൊക്കെ കഴിക്കുന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പീസ് കൊടുക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുകയാണ്. ഓ പക്ഷെ കാർഡിനകത്ത് പൈസ ഇല്ല. അപ്പോൾ ഗൈസ് നമ്മൾ വടയൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ പോകുന്ന ഒരു കടയുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു കട, ചിപ്പ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാ തരം മീറ്റ് കിട്ടുന്നതാണ്. അപ്പം കാണിച്ചു തരാം, കട എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഓക്കെ, ഒരാൾ ഇവിടെയും അതെ നല്ല വെയിറ്റ് ഉണ്ട്, അത് കാരണം പാവം പതുക്കെയാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ ട്രെയിനാണ് കളിക്കുന്നത്, ഒരാൾ അതിൻ്റെ പുറയിൽ. നമ്മൾ ഏതായാലും എത്താറായി, തൊട്ടപ്പുറത്താണ് മീറ്റ് ഷോപ്പ്. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. മുടി വെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം, കാരണം ഇത് മുടി വെട്ടുന്ന ഒരു പെങ്കൊച്ചാണ് അകത്ത്. അപ്പം അവന് മുടി വെട്ടാൻ വേണ്ടി ഭയങ്കര, ഇന്നലെ വരെ അവനോട് പറയേണ്ട അവന് മുടി വെട്ടണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ കടയല്ലടാ, ഇതാടാ ഈ കടയാണ്. അപ്പോൾ ഞങ്ങൾ എത്തി. ഇതാണ് ഇവിടുത്തെ മീറ്റ് ഷോപ്പ്. നമ്മൾ 2 ചിക്കൻ എടുക്കും. ഓക്കെ, താങ്ക് യു ബ്രോ. ഇതാണ് ഇവിടുത്തെ മീറ്റ് ഷോപ്പ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളെന്ന് പറഞ്ഞൊന്നുമില്ല, എല്ലാം കിട്ടും. ചിക്കൻ, ബീഫ്, മട്ടൻ. മീറ്റ് എടുക്കും. മീറ്റ് വാങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അടുത്ത ഡെസ്റ്റിനേഷൻ വേറെ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാനുള്ളത്? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ക്ലിയർ അല്ല. ഞങ്ങളൊരു ലിസ്റ്റ് കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൽ കൂടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. ആ കാറിനകത്ത് ഒരാളും, അപ്പോൾ അത് സൈറൺ അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും കെവിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിനകത്തൊരാളുണ്ട്. അപ്പോൾ ലൈറ്റില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഡോറിൻ്റെ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ബന്ധാനമൊക്കെ കെട്ടി. അപ്പം സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരിക്കുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യവശാൽ പുള്ളി ഒന്നും ചെയ്തില്ല. ഞങ്ങൾ തന്നെ നടന്ന് തിരിച്ച് വീട്ടിൽ പോയി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ നടക്കാറുള്ളതാണ്. നമുക്കെന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു, കാരണം നമുക്കൊരു പ്രശ്നം വന്നില്ല. അപ്പോൾ ഇതാണ് സാധനങ്ങൾ. നല്ല വെയിറ്റുണ്ട്. അക്കും സഞ്ജിത്താണ്ട് അപ്പുറത്തുണ്ട്. ഇപ്പോൾ എത്താറോ ഒരു 5 മിനിറ്റോടെ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ എത്തി, ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്, തുറന്നിട്ടേക്കുവാണ്. അപ്പോൾ നമ്മളെത്തി, കയറുവാണത്തോടെ. Just mentioning that we reached home.